Good evening, all of you. Good evening, all. നമ്മുടെ ESIC UDC MTS 2022-ന്റെ ലാസ്റ്റ് മോക്കാണ് ഇന്ന്. ഓക്കെ, ഇനി ഒരു ദിവസം മാത്രമേ നമുക്ക് എക്സാമിനുള്ളൂ. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എവ്രി വൺ ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിൽ കമന്റ് ചെയ്യുക. ഗുഡ് ഈവനിങ്. നമുക്കിനിയും ഒരു ദിവസം മാത്രമേ എക്സാമിനുള്ളൂ അല്ലേ? എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മളുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് ഇന്നത്തെ മോക്കോടുകൂടി തീരുകയാണ്. ഓക്കെ, എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്നു. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് ലൈവ് ചാറ്റിൽ കമന്റ് ചെയ്യാം, എങ്കിൽ മാത്രമേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ഓക്കെ. സോ ഇന്നലെ നമ്മൾ റീസണിങ് സെക്ഷന്റെ ഒരു മോക്ക് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള സെക്ഷൻസ് ഒക്കെ പിന്നീട് റിവൈസ് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ മോക്കിലേക്ക് കടക്കാം. ഓക്കെ, ലൈവ് ചാറ്റില് ചാറ്റ് വരുന്നില്ല. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യുക. ഓക്കെ ഗോപിക, ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നലത്തെ മോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിത്ത് ടൈമർ വേഗം ചെയ്യാൻ പറ്റുന്നെന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വന്നോ? ഓക്കെ ഗോപിക, വെരി ഗുഡ്. എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Then write, your time starts now. 1 minute ടൈം ഉണ്ട് നിങ്ങളുടെ മുന്നിൽ, വേഗം ചെയ്യാം. നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബേസിസിൽ തന്നെ വേഗം ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ ഓർഡർ അയച്ചാൽ മതി. അതിനുശേഷം നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ആൻസേഴ്സ് കിട്ടിയോ? ചെയ്യാൻ പറ്റിയിരുന്നോ? ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. കണ്ടീഷൻസ് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിയെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഓർഡർ എന്ത് ചെയ്താൽ മതി? ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ 8 persons A to H are sitting around a circular table. ഓക്കെ, നമുക്കിവിടെ ഒരു സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചിരുന്നു. അതിൽ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർലി ചോദിച്ചതാണ് ESIC എക്സാംസിന്. ഓൾ ആർ ഫേസിംഗ് ടുവാർഡ്സ് ദി സെന്റർ. എല്ലാവരും സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെന്ററിലേക്കാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരുടെയും ഡയറക്ഷൻ എന്തായിരിക്കും? ഓക്കെ, കറക്റ്റ് ആണ്, നോർത്ത് ആയിരിക്കും. ഇനി നമുക്ക് കണ്ടീഷൻസ് നോട്ട് ചെയ്യാം. A sits second to the right of C. സിയുടെ സെക്കൻഡ് ടു റൈറ്റിലാണ് A. ഓക്കെ, A sits second to the right of C. Then 2 persons sit between D and C. Dക്കും Cക്കും ഇടയിൽ 2 persons. E sits immediate right of H. Hന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് E. ഓക്കെ, E sits immediate right of H. Both D and H are immediate neighbors. ഡിയുടെ നെയ്ബർ ആണ് ആര്? H എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്കറിയില്ല ഡിയുടെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? ക്രോസ് ആയിട്ട് എഴുതി മാർക്ക് ചെയ്യാം.
then one person sit between H and G. H-നും G-ക്കും ഇടയിൽ ഒരു പേഴ്സൺ. F sits second to the right of B. F എന്ന് പറയുന്ന ആള് ബിയുടെ സെക്കൻഡ് ടു റൈറ്റ് ആണ്. F sits second to right of B. Then both B and A are not immediate neighbors. ബിയുടെ നെയ്ബർ ആരാകരുതെന്നാ പറഞ്ഞേക്കുന്നത്? എ ആകരുത്. ബിയും എയും നെയ്ബേഴ്സ് ആകാൻ പാടില്ല. ഓക്കെ, ഇത്രയുമാണ് കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. കണ്ടീഷൻസ് എല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞ് കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഓർഡർ കിട്ടിയെങ്കിൽ കമന്റ് ചെയ്യാം. ഗോപിക, ആൻസേഴ്സ് കിട്ടിയോ? ഓക്കെ, ഇതിലെ ഏത് കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഇതിൽ ഏത് കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്ത് വേണം? കറക്റ്റ് ആയിട്ട് പൊസിഷൻ അറിയണം. കറക്റ്റ് ആയിട്ട് പൊസിഷൻ അറിയാൻ പറ്റുന്നതും മുന്നോട്ട് എനിക്ക് മെർജ് ചെയ്യാൻ പറ്റുന്നതുമായ കണ്ടീഷൻസ് എടുത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ എച്ചും ഇയും എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എച്ചിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് പൊസിഷൻ എനിക്കറിയാം. തൊട്ടു മുകളിൽ നോക്കിക്കേ, ഡിയുടെ നെയ്ബർ ആയിരിക്കണം എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിയുടെ നെയ്ബർ ആയിരിക്കണം. ഡിയുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. റൈറ്റിൽ ഓൾറെഡി ഇ ആണ്. സോ ലെഫ്റ്റിൽ എനിക്ക് ആരെ കൊടുക്കാം? ഡി കൊടുക്കാം. ആ കണ്ടീഷനും കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ കണ്ടീഷൻസ് എനിക്ക് കട്ട് ചെയ്യാം മനസ്സിലാകാൻ വേണ്ടി. ദെൻ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഡിക്കും സിക്കും ഇടയിൽ 2 പേഴ്സൺസിന്റെ ഗ്യാപ്പ് ഉണ്ട്. ഡിക്കും സിക്കും ഇടയിൽ 2 പേഴ്സൺസ് ഗ്യാപ്പ്. അതൊന്നെങ്കിലും ലെഫ്റ്റിലേക്ക് വരാം, റൈറ്റിലേക്ക് വരാം. നമ്മളുടെ മിനിമം പോസിബിലിറ്റി എടുക്കാം, ലെഫ്റ്റിലേക്ക് എടുക്കാം. 2 പേഴ്സൺ ഗ്യാപ്പ്. ഓക്കെ, ഡിക്കും സിക്കും ഇടയിൽ 2 പേഴ്സൺ. ഇപ്പൊ തന്നെ ടോട്ടൽ എത്ര പേഴ്സൺസ് ആയി? 2, 4, 6 പേരായിട്ടുണ്ട് അല്ലെ? നമുക്ക് ടോട്ടൽ എത്ര പേഴ്സൺസ് ആണെന്നാ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 8 പേഴ്സൺസ് ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ മിനിമം പോസിബിലിറ്റി വെച്ചിട്ടാണ് സി എ ലെഫ്റ്റിലേക്ക് എടുത്തത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം നോക്കിക്കേ. സിയുടെ സെക്കൻഡ് ടു റൈറ്റിൽ എ ആണ്. സോ സിയുടെ സെക്കൻഡ് ടു റൈറ്റിൽ എ ഇവിടെ. ദെൻ എച്ചിനും ജിക്കും ഇടയിൽ 1 പേഴ്സൺ ഗ്യാപ്പ്. എച്ചിന്റെ ലെഫ്റ്റിലേക്ക് 1 പേഴ്സൺ ഗ്യാപ്പിൽ എ ആണ്. സോ 1 പേഴ്സൺ ഗ്യാപ്പിൽ റൈറ്റിലേക്ക് ജി. ഈ കണ്ടീഷനും കഴിഞ്ഞു. ഇനി ബിയുടെ സെക്കൻഡ് ടു റൈറ്റ് എഫ് വരണം. ബിയുടെ സെക്കൻഡ് ടു റൈറ്റ് എഫ് വരണം. പക്ഷെ എയും ബിയും എന്താകാൻ പാടില്ല? നെയ്ബേഴ്സ് ആകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ ബി വരില്ല. ബിയുടെ സെക്കൻഡ് ടു റൈറ്റ് എഫ് വരണമെങ്കിൽ ബി ഇവിടെ, എഫ് ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ക്ലിയർ ആയോ? ഓൾ ഓഫ് യു ക്ലിയർ ആണോ? എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വന്നത് എന്ന് ക്ലിയർ ആയിട്ടുണ്ടോ? നമ്മൾ ഇവിടെ സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണെങ്കിലും നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ത് മെത്തേഡാ? ത്രെഡ് മെത്തേഡ് ആണ്. അങ്ങനെയെങ്കിൽ ചോദിക്കട്ടെ, ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ? ബിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ ആരാ? ഇവര് രണ്ടുപേരും നെയ്ബേഴ്സ് ആണ് എന്ന കാര്യം മറന്നു പോകരുത്. കാരണം ഇത് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം പഴയതുപോലെ തന്നെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് സബ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Then first sub question. Your time starts now. വേഗം ആൻസർ പറഞ്ഞു. Who among the following sits to the immediate right of G? നമ്മളുടെ കയ്യിൽ ഓർഡർ ഉണ്ട്. വേഗം ആൻസർ പറഞ്ഞു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. ജിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണ്? വെരി ഗുഡ് ഗോകുൽ, കറക്റ്റ് ആണ് ബി. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. വെരി ഗുഡ്. നമ്മുടെ കയ്യിൽ ഓർഡർ ഉണ്ട്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് അറേഞ്ച്മെന്റ് കിട്ടിക്കഴിഞ്ഞു. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ചെയ്തോ. Who among the following person sits opposite to H? Hന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആരാണ്? വേഗം ആൻസർ പറഞ്ഞേ. Hന് ഓപ്പോസിറ്റ് ആരാ? വെരി ഗുഡ് ഗോകുൽ, സി. എങ്ങനെയാ നമ്മൾ അറിയുന്നത് ഓപ്പോസിറ്റ് ആണോ എന്ന്? എങ്ങനെയാ അറിയുന്നത്? അതാണ് ത്രെഡ് മെത്തേഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഏതൊരു പേഴ്സണും ഓപ്പോസിറ്റ് ആണെങ്കിൽ, 8 പേരുള്ള അറേഞ്ച്മെന്റ് ആണെങ്കിൽ ആ 2 പേഴ്സൺസിനിടയിൽ എത്ര പേര് കാണും? 3. അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്ക് എന്ത് പറയാം? Hന് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? 3 പേർക്ക് ഇപ്പുറം ആരാ ഉള്ളത്? സി. അത് ലെഫ്റ്റിലേക്ക് നോക്കിയാലും റൈറ്റിലേക്ക് നോക്കിയാലും എന്തായിരിക്കും? സി ആയിരിക്കും. വെരി ഗുഡ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്ലാസ് 3 ക്ലാസ്സസ് എടുത്ത് പഠിച്ചതാണ്. മേ ബി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ
ക്ലാസ്സസ് കാണുക. തേർഡ് ക്വസ്റ്റ്യൻ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം എന്ന് പറഞ്ഞു. If H is related to D, if H is related to D and A is related to F in a certain way, then who among the following is related to B? ഏതാ ആൻസർ വരിക? ഏതാ ആൻസർ? H is related to D. നമ്മുടെ അറേഞ്ച്മെന്റ് ഏതായിരുന്നു? നമ്മളുടെ അറേഞ്ച്മെന്റ് ഏതാ? ഇതാണ് നമ്മളുടെ അറേഞ്ച്മെന്റ്. H is related to D. എന്താ പറഞ്ഞേക്കുന്നത്? H is related to D അല്ലെ? And F is related to C. F is related to A എന്നല്ലേ പറഞ്ഞേക്കുന്നത്? നമ്മളുടെ അറേഞ്ച്മെന്റ് എഴുതാം. നമ്മളുടെ അറേഞ്ച്മെന്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ബി സി എഫ് എ ഡി എച്ച് ഇ സി അല്ലെ? അല്ല, ഇ ജി അല്ലായിരുന്നോ? ഇക്ക് ശേഷം ജി. ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ അറേഞ്ച്മെന്റ്. ഇവിടെ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഡി ഈസ് റിലേറ്റഡ് ടു എ, എച്ച് ഈസ് റിലേറ്റഡ് ടു ഡി, എച്ച് ഈസ് റിലേറ്റഡ് ടു ഡി, എച്ചിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ആളാണ്. ദെൻ എ ഈസ് റിലേറ്റഡ് ടു എഫ്, എയുടെ തൊട്ട് റിലേറ്റഡ് ടു ആളാണ് ആര്? എഫ്. അങ്ങനെയെങ്കിൽ ഹു എമംഗ് ദി ഫോളോയിങ് പേഴ്സൺ ഈസ് റിലേറ്റഡ് ടു ബി? ആരായിരിക്കും? സി ഈസ് റിലേറ്റഡ് ടു ബി അല്ലേ? ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ് ഗോപിക, വെരി ഗുഡ്. നമ്മൾ ആ തന്നിരിക്കുന്ന അറേഞ്ച്മെന്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, അത് വേഗം സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു ഇറ്റ് ഫാസ്റ്റ്. വേഗം ചെയ്യാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്യാം. How many persons are sit between D and G? ഡിക്കും ജിക്കും ഇടയിൽ എത്ര പേഴ്സൺസ് ആ? കറക്റ്റ് ആണ്. ഫ്രം വെൻ കൗണ്ടഡ് ടു ദി റൈറ്റ് ഓഫ് ഡി, ഡിയുടെ റൈറ്റിലേക്ക് കൗണ്ട് ചെയ്താൽ ഡിക്കും ജിക്കും ഇടയിൽ എത്ര പേഴ്സൺസ് ആ? കറക്റ്റ് ആണ്, ആൻസർ വന്നിരിക്കുന്നത് ബി. വെരി ഗുഡ് ഗോകുൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ. വേഗം ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ഈ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓൺലി 3 persons sit between A and B. എക്കും ബിക്കും ഇടയിൽ 3 persons ഉണ്ടോ? നമ്മുടെ അറേഞ്ച്മെന്റ് ഏതായിരുന്നു? ബി സി എഫ്, പിന്നീട് എന്തായിരുന്നു നമ്മളുടെ അറേഞ്ച്മെന്റ്? ബി സി എഫ് എ ഡി എച്ച് ഇ ജി അല്ലെ? ഓക്കെ, ഇതായിരുന്നു നമ്മളുടെ അറേഞ്ച്മെന്റ്. ഓൺലി 3 persons sit between A and B. എക്കും ബിക്കും ഇടയിൽ 2 പേഴ്സൺസേ ഉള്ളൂ. തെറ്റ്. ഇ സിറ്റ്സ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് ബി ആണോ? ഇ എന്ന് പറയുന്നത് ബിയുടെ സെക്കൻഡ് ടു റൈറ്റിലാണോ? ബിയുടെ ലെഫ്റ്റിലല്ലേ? തെറ്റ്. ഡി സിറ്റ്സ് ഓപ്പോസിറ്റ് ടു സി. ഡിക്കും സിക്കും ഇടയിൽ 2 പേഴ്സൺസേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ജി ആൻഡ് ഡി ആർ നോട്ട് നെയ്ബേഴ്സ്. ജിയു ഇയു നെയ്ബേഴ്സ് ആണല്ലോ, അതും തെറ്റ്. സി സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എഫ്. എഫിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് സി. സോ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ഇ. വെരി ഗുഡ്. ഓക്കെ, എങ്കിലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു സ്പീഡ് ലെവലിൽ പോയാൽ പോരെ? ഓക്കെ, ഇനി സ്പീഡ് കുറയ്ക്കണോ? കാരണം എങ്കിലേ നമ്മൾ റിയൽ ആയിട്ട് ഒരു എക്സാം ചെയ്യുകയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരൂ. ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എവ്രിവൺ പ്ലീസ് കമന്റ്. ഈ ഒരു സ്പീഡ് ലെവലിൽ മുന്നോട്ട് പോയാൽ പോരെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഇക്വാളിറ്റി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ ഗോപിക, വെരി ഗുഡ്. ഡു ഇറ്റ് ഫാസ്റ്റ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2 ക്ലാസ്സിൽ എടുത്ത് പഠിച്ച ടോപ്പിക് ആണ് ഇൻഇക്വാളിറ്റി. വേഗം ആൻസർ പറഞ്ഞു. ഓക്കെ, സോ നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ടൈം ലിമിറ്റിനുള്ളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റണം. വെരി ഗുഡ് ഗോപിക ആൻഡ് ഗോകുൽ, വെരി ഗുഡ്.
എന്താ ഫസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു ഇൻഇക്വാളിറ്റി ടോപ്പിക്കിൽ വേഗം ആൻസേഴ്സ് കിട്ടാൻ ആദ്യം തന്നെ കൺക്ലൂഷൻ നോക്കുക. എമ്മിന് ഡബ്ല്യുവിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ? എമ്മിന് ക്യൂവിന്റെ അടുക്കൽ പോകാം, അവിടുന്ന് ആറിന്റെ അടുക്കൽ വരാം, ആറിന്റെ അടുക്കൽ നിന്ന് ഡബ്ല്യുവിന്റെ അടുക്കൽ പോകാം. എന്റെ കൺക്ലൂഷനിൽ ഡോർമെറ്റ് ഇല്ല, ആറിൽ നിന്ന് ഡബ്ല്യുവിലേക്ക് പോകുമ്പോഴും ഡോർമെറ്റ് ഇല്ല. ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. ദെൻ സെക്കൻഡ് വൺ, രണ്ടാമത്തത് എന്താ പറയുന്നത്? എക്സ് ഈക്വൽ ടു ഒ. ഈക്വൽ ടു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈക്വൽ ടു എന്ന് പറയുന്നത് ഡയറക്ട്ലി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ എന്ന് നോക്കണം. പോകാൻ പറ്റുമോ എന്ന് മാത്രമല്ല, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ എന്ന് നോക്കണം. എക്സ് ഈക്വൽ ടു ഒ എന്നത് എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഇല്ല. സോ എനിക്ക് എന്ത് പറയാം? ഡസന്റ് ഫോളോ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഒൺലി കൺക്ലൂഷൻ വൺ ഫോളോസ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, വേഗം ചെയ്തോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Okay. വേഗം ചെയ്യാം. ഓക്കെ, ഗോകുൽ മോനെ ഒന്നുകൂടെ നോക്കിക്കേ. ഓക്കെ ഗോപിക, വെരി ഗുഡ്. ഓക്കെ, നമ്മളുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിക്കേ, ശ്രദ്ധിച്ചേ. ഫസ്റ്റ് കൺക്ലൂഷൻ ഐക്ക് എല്ലിന്റെ അടുക്കലേക്ക് പോകാം അല്ലെ? ഇതാണ് ഫസ്റ്റ് കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത്. ഐക്ക് എല്ലിന്റെ അടുക്കലേക്ക് പോകാം, ഇവിടെ ഡോർമെറ്റ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഐക്ക് കെയിന്റെ അടുക്കൽ പോകാം, കെയ്ക്ക് ഡിയുടെ അടുക്കൽ പോകാം. പക്ഷെ നോക്കിക്കേ, ഐക്ക് എല്ലിന്റെ അടുക്കൽ പോകണമെങ്കിൽ പോകുന്ന വഴിയെല്ലാം ഡോർമെറ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ കെയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ ഡോർമെറ്റ് ഇല്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഡസന്റ് ഫോളോ. ഓക്കെ ഗോകുൽ, അതെനിക്ക് തോന്നുന്നു വിട്ടുപോയെന്ന് തോന്നുന്നു, ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഫസ്റ്റ് കൺക്ലൂഷൻ ഫോൾസ് ആയത്. മോനെ അത് മനസ്സിലായോ? ദെൻ സെക്കൻഡ് വൺ, ഡി ക്യാൻ ഗോ ടു വൈ. ഡിക്ക് വൈയുടെ അടുക്കലേക്ക് എത്താം. എന്റെ കൺക്ലൂഷനിൽ ഡോർമെറ്റ് ഇല്ല. ഡോർമെറ്റ് ഇല്ലാത്ത ആൾക്ക് വലിയ ഡിമാൻഡ് ഇല്ല. എന്താണ്? പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഡോർമെറ്റ് ഇല്ലാതിരുന്നാൽ മതി. സോ ഡിക്ക് എല്ലിന്റെ അടുക്കൽ എത്താം, എല്ലിന്റെ അടുക്കൽ നിന്ന് വൈയുടെ അടുക്കൽ എത്താം. ഓക്കെ, സോ എനിക്ക് എന്ത് പറയാം? സെക്കൻഡ് കൺക്ലൂഷൻ ഫോളോസ്. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ ഓക്കെ നിമിഷ, ഗുഡ് ഈവനിങ്. എന്ത് പറ്റി, താമസിച്ചു പോയോ? ഓക്കെ നിമിഷ, വേഗം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ഗോകുൽ മോനെ, ആ മിസ്റ്റേക്ക് വന്നത് മനസ്സിലായോ? ഗോകുൽ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ഇൻഇക്വാളിറ്റിയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ നിമിഷ, വേഗം ചെയ്തോ. ഓക്കെ ഗൂഗിൾ, വേഗം ചെയ്തോ നിമിഷ. ഓക്കെ, വേഗം ആൻസർ വരട്ടെ. നമ്മുടെ ടൈമർ തീരുന്നതിന് മുന്നേ ആൻസർ അയക്കണം എന്നുള്ള വാശിയിലിരിക്കുക എല്ലാവരും. ഓക്കെ, നമ്മളുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ? പിക്ക് എസിന്റെ അടുക്കലേക്ക് പോകാം. പോകുന്ന വഴിയെല്ലാം എന്തുണ്ട്? ഡോർമെറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, നോക്കാം. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. പിക്ക് എസിന്റെ അടുക്കലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. പിക്ക് ഐയുടെ അടുക്കൽ എത്താം, ഡോർമെറ്റ് ഉണ്ട്. വെരി ഗുഡ് ഗോകുൽ. ഐക്ക് എല്ലിന്റെ അടുക്കൽ എത്താം, അവിടെയും ഡോർമെറ്റ് ഉണ്ട്. എല്ലിന്റെ അടുക്കൽ എസിന്റെ അടുക്കൽ എത്താം, അവിടെയും ഡോർമെറ്റ് ഉണ്ട്. കൺക്ലൂഷൻ ട്രൂ. വെരി ഗുഡ് നിമിഷ, കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. ദെൻ സെക്കൻഡ് വൺ, ഓയ്ക്ക് ആറിന്റെ അടുക്കൽ എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ഓയ്ക്ക് എവിടെ മാത്രമേ എത്താൻ പറ്റുന്നത്? എല്ലിന്റെ അടുക്കൽ എത്താം. എല്ലിന് ആറിന്റെ അടുക്കൽ എത്തണമെങ്കിൽ റൈറ്റിലേക്ക് പോകണം, പോകാൻ പറ്റില്ല, ഗേറ്റ് ക്ലോസ്ഡ് ആണ്. സോ ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോസ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ് ഗോപിക. ഓക്കെ, ഈ ഒരു സ്പീഡ് ലെവലിൽ തന്നെ നിങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, വേഗം ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ആൻസർ പറഞ്ഞു. ടൈമർ തീരുമ്പോഴത്തേക്കിന് ആൻസേഴ്സ് എത്തണം.
ഓക്കെ, വേഗം പറഞ്ഞു. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ ആദ്യത്തെ കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത്? ഐക്ക് ജിയുടെ അടുക്കലേക്ക് എത്താം. ഐക്ക് ജിയുടെ അടുക്കലേക്ക് എത്താം. പോകുന്ന വഴിയെല്ലാം എന്തുണ്ട്? ഡോർമെറ്റ് ഉണ്ട്. ഓക്കെ, ഐക്ക് ജിയുടെ അടുക്കലേക്ക് എത്തണമെങ്കിൽ ഡി വഴിയേ പറ്റൂ. ഓക്കെ, നിമിഷ ആൻഡ് ഗോകുൽ കറക്റ്റ് ആണ്. ഓക്കെ, ഡി വഴി എത്താം, ഡിയുടെ അടുക്കൽ എത്താം, അവിടുന്ന് ജിയുടെ അടുക്കൽ എത്താം. പക്ഷെ ഐയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ അവിടെ ഡോർമെറ്റ് ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? ഫസ്റ്റ് കൺക്ലൂഷൻ ഡസന്റ് ഫോളോ. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. ഇക്ക് ജിയുടെ അടുക്കലേക്ക് പോകാൻ പറ്റുന്നുണ്ടോന്ന്? ഇക്ക് ഐയുടെ അടുക്കലേക്ക് എത്താം, ഐയിൽ നിന്ന് ഡിയുടെ അടുക്കലേക്ക് എത്താം, അവിടുന്ന് ഡി ടു എച്ച്, ദെൻ എച്ച് ടു ജി പോകാൻ പറ്റുന്നുണ്ട്. ഐയിൽ നിന്ന് ഡിയിലേക്ക് ഇറങ്ങുമ്പോൾ ഡോർമെറ്റ് ഇല്ല. എന്റെ കൺക്ലൂഷനിലും ഡോർമെറ്റ് ഇല്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. Then next question. ഓക്കെ, വേഗം ചെയ്തോ, തെറ്റിക്കരുത്. നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ എല്ലാം ഓർക്കണം. ഓക്കെ, ടൈമർ തീരുന്നതിന് മുന്നേ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, തെറ്റരുത്. വെരി ഗുഡ് ഗോകുൽ. ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ ഗോകുൽ, വൺസ് മോർ. എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ടൈപ്പ് ചെയ്തത് മാറിയും തോന്നുന്നു. എന്താ പറഞ്ഞേക്കുന്നത്? എസിന് എഫിന്റെ അടുക്കലേക്ക് എത്താം എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? എസിന് എഫിന്റെ അടുക്കലേക്ക് എത്താം, ഡോർമെറ്റ് ഇല്ല. ഓക്കെ, എസിന് ഡബ്ല്യുവിന്റെ അടുക്കൽ എത്താം, ഡോർമെറ്റ് ഉണ്ട്. ഡബ്ല്യുവിൽ നിന്ന് ബിയുടെ അടുക്കൽ എത്താം, ഡോർമെറ്റ് ഉണ്ട്. ബിയിൽ നിന്ന് എഫിലേക്ക് എത്താം, ഡോർമെറ്റ് ഉണ്ട്. എന്റെ കൺക്ലൂഷനിൽ ഡോർമെറ്റ് ഇല്ല, പോകുന്ന വഴിയെല്ലാം ഡോർമെറ്റ് ഉണ്ട്. അതുകൊണ്ട് തെറ്റാണ്. ഓക്കെ, ഗോപിക വെരി ഗുഡ്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. നിമിഷ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ദെൻ എഫ് ഈസ് ഈക്വൽ ടു എസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു എസ് എന്നുള്ളത് ഡയറക്ട്ലി കാണുന്നുണ്ടോ? ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത് പോലെ തന്നെ എഫ് ഈസ് ഈക്വൽ ടു എസ് എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ട്രൂ ആണ് എന്ന് പറയാൻ പറ്റൂ. അതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് കൺക്ലൂഷനും സെക്കൻഡ് കൺക്ലൂഷനും തെറ്റാണ്. രണ്ട് കൺക്ലൂഷനും തെറ്റ്. ഒരേ എലമെന്റ്സ് എസും എസും എഫും എഫും, പക്ഷെ അവരുടെ എന്താണ് അലൈൻമെന്റ് വ്യത്യാസമുണ്ട്. പക്ഷെ അലൈൻമെന്റ് വ്യത്യാസമാണെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡാ പഠിച്ചേ? എന്ത് മെത്തേഡാ നമ്മൾ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? മാജിക് ബോക്സ് പഠിച്ചിരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എഫ് ഈസ് ഈക്വൽ ടു എസിനെ എസ് ഈക്വൽ ടു എഫ് ആക്കാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഇൻവേഴ്സ് എടുക്കുക. ഈക്വൽ ടുവിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു എഫ് തന്നെയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എസിന് എഫിന്റെ അടുക്കലേക്ക് പോകാം. രണ്ട് കൺക്ലൂഷനും തെറ്റ്, രണ്ടും സെയിം എലമെന്റ്സ്. നടുക്കുള്ള സിമ്പിൾ എന്ന് പറയുന്നത് എന്ത് വരണം? ഒന്നെങ്കിൽ സെന്റർ കോർണർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഡയഗണലി ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇവിടെ സെന്റർ കോർണർ ആണ്. സോ എനിക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി, എയ്തർ കൺക്ലൂഷൻ 1 or കൺക്ലൂഷൻ 2 is the answer. Okay, very good. ഗോകുൽ, മണി മിസ്റ്റേക്ക് മനസ്സിലായോ? ഗോകുൽ, ഓക്കെ, ഇത് ശ്രദ്ധിച്ചോണം. എയ്തർ ഓർ രണ്ട് കൺക്ലൂഷനും തെറ്റ് വരികയും സെയിം എലമെന്റ്സും ആണെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, then next question. ഓക്കെ, വേഗം ചെയ്തോ. 40 സെക്കൻഡ്സ് ടൈം ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, വേഗം ചെയ്തോ. വേഗം ആൻസർ പറയുക. നമ്മളുടെ ഡയറക്ഷൻ ടെസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക് ആണ്. ഓക്കെ, ടൈമർ സെറ്റ് ചെയ്തതിൽ ഇച്ചിരി ടൈം കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സാരമില്ല, വേഗം ചെയ്തോ. ഇത്ര ടൈമൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. കൂടി വന്നാൽ
1 മിനിറ്റ് ഒന്നും വേണ്ട നമുക്ക്. ഓക്കെ, ഇത് 1 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. വേഗം പറഞ്ഞു ആൻസർ. വെരി ഗുഡ് ഗോകുൽ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഗോപിക, വെരി ഗുഡ്. നിമിഷ, വേഗം ആൻസർ വരട്ടെ. ഓക്കെ നിമിഷ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താ പറഞ്ഞേക്കുന്നേ. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നമ്മളുടെ ഫിഗർ വരയ്ക്കുക അല്ലെ. പോയിന്റ് ജി ഈസ് 20 മീറ്റർ ടു ദി സൗത്ത് ഓഫ് പോയിന്റ് ഡി. പോയിന്റ് ഡിയുടെ 20 മീറ്റർ സൗത്തിലാണ് ആര്? ജി അല്ലെ. പോയിന്റ് ഡിയുടെ 20 മീറ്റർ സൗത്തിലാണ് ജി. ഓക്കെ, ദെൻ അവിടുന്ന് എന്താ പറഞ്ഞേക്കുന്നേ? പോയിന്റ് ഇ ഈസ് 20 മീറ്റർ ടു ദി ഈസ്റ്റ് ഓഫ് പോയിന്റ് ജി. ജിയുടെ 20 മീറ്റർ ഈസ്റ്റിലാണ് ആര്? ഇ. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് അതിന്റെ എത്രയാണോ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് അത് മാർക്ക് ചെയ്യാം. ദെൻ പോയിന്റ് എ ഈസ് 10 മീറ്റർ ടു ദി നോർത്ത് ഓഫ് പോയിന്റ് ഇ. ഇയിൽ നിന്ന് 10 മീറ്റർ നോർത്ത് ആണ്, അതായത് നേരെ പകുതി. അത് ഏത് പോയിന്റാ തന്നിരിക്കുന്നത്? എ, 10 മീറ്റർ. ദെൻ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? പോയിന്റ് സി ഈസ് 30 മീറ്റർ ടു ദി വെസ്റ്റ് ഓഫ് പോയിന്റ് എ. പോയിന്റ് എയുടെ 30 മീറ്റർ വെസ്റ്റ് ആണ്. ഇവിടം വരെ വരുമ്പോ 20 ആയി. ദെൻ എക്സ്ട്രാ ഒരു 10ഉം കൂടെ. ഓക്കെ, നമ്മൾ വരയ്ക്കുമ്പോ നമുക്കൊരു ബോധം ഉണ്ടാകണം. ഇതുവരെ 20, ഇത് 10. ഓക്കെ, ഇത് 10, ഇതും 10. ഇത് ടോട്ടൽ ആണ് 20 മാർക്ക് ചെയ്തേക്കുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? പോയിന്റ് സി ആണ്. ഓക്കെ, ദെൻ പോയിന്റ് എഫ് ഈസ് 20 മീറ്റർ ടു ദി സൗത്ത് ഓഫ് പോയിന്റ് സി. സിയുടെ സൗത്തിൽ 20 മീറ്റർ. ഇവിടം വരെ എത്തുമ്പോ 10 ആയി. ദെൻ അവിടെ നിന്ന് ഒരു 10 കൂടെ. ഓക്കെ, സോ അത് ഏതാ പോയിന്റ്? പോയിന്റ് എത്രയാണ് ടോട്ടൽ? 20. ദെൻ പോയിന്റ് ബി ഈസ് 10 മീറ്റർ ടു ദി ഈസ്റ്റ് ഓഫ് പോയിന്റ് എഫ്. എഫിൽ നിന്ന് 10 മീറ്റർ ഈസ്റ്റ്, അതായത് ഈ ബിയും ഡിയും ഒരേ പോയിന്റിൽ വരും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ബിയും ഡിയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരും എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിഗർ കിട്ടി കാണുമെന്ന് കരുതുന്നു. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നേ? ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയറക്ഷൻ ഈസ് പോയിന്റ് എഫ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ജി? വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് പോയിന്റ് എഫ്? എഫിന്റെ ഡയറക്ഷൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ജി? വിത്ത് റെസ്പെക്ട് ടു ജി എഫിന്റെ ഡയറക്ഷൻ എന്താ? നമുക്ക് കാണുമ്പോഴേ അറിയാം, സൗത്ത് വെസ്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേഗം ആൻസർ പറഞ്ഞോ, വേഗം ആൻസർ പറയുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ആൻസർ പറയുക. What is the shortest distance between D and B? Very good Nimisha. Very good Gopika. ഗോകുൽ ഒന്നുകൂടെ നോക്കിക്കേ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? ഡിക്കും ബിക്കും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കിക്കേ. ഡിക്കും ബിക്കും ഇടയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ? ഇതാണ് ഡി ടു ബി അല്ലെ. നമ്മള് ഇത് ജോയിൻ ചെയ്താൽ ഇതാണ് ഡി ടു ബി. ഇത് ഫിഗറിൽ ഇല്ലാത്തതാണ്. ഓക്കെ, ടോട്ടൽ എത്രയാ ഡിസ്റ്റൻസ് വരിക? ഇവിടം തൊട്ട് ഇവിടം വരെ 20, 20 പ്ലസ് 10, ടോട്ടൽ 30. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മള് എന്താ ഓപ്ഷൻസ് നോക്കുമ്പോൾ, അതായത് ഫിഗർ നോക്കി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു ഡയറക്ഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതുപോലെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത്ര എളുപ്പത്തിൽ ചോദിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഒന്നും വേണ്ട. നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നത്, ഇപ്പൊ മോക്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ പ്രാക്ടീസ് മാത്രം നല്ലതുപോലെ ചെയ്താൽ മതി. Then next question. Your time starts now. Alpha numeric സീരീസിലെ ക്വസ്റ്റ്യൻ ആണ്. വേഗം ആൻസർ പറഞ്ഞു. വേഗം ആൻസർ പറയുക. ഓക്കെ നിമിഷ, വെരി ഗുഡ്. വേഗം ആൻസർ പറയാം. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നേ?
What will be the resultant if all the numbers in the series are added and then divided by 5? ഈ സീരീസിലുള്ള എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? വെരി ഗുഡ് ഗോപിക ആൻഡ് നിമിഷ, കറക്റ്റ് ആണ്. നോക്കിക്കേ ഏതൊക്കെയാ നമ്പേഴ്സ്? 1 + 6 7 + 2 9 3 12. പിന്നെ ഏതാ വന്നിരിക്കുന്നത്? 0 ആഡ് ചെയ്യേണ്ട. 12 12 + 5 17, then 21, then 29, then 29 + 7 എത്രയാ? 7 + 9 ടോട്ടൽ എത്ര വരും? 29 + 16 45, കറക്റ്റ് അല്ലേ? then 45/5 എത്ര കിട്ടും? ഓപ്ഷൻ ഡി 9 is the right answer. കറക്റ്റ് അല്ലേ? ഇത് വേഗം ആഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സ്പീഡിൽ ആഡ് ചെയ്ത് പോകുക, അത്രയും മാത്രമേ ഉള്ളൂ, അവിടെ മിസ്റ്റേക്ക് വരരുത്. ക്ലിയർ അല്ലേ? ഓക്കെ നിമിഷ, വെരി ഗുഡ്. ഓക്കെ, then next question. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ and your time starts now. വേഗം ടൈമർ തീരുന്നതിന് മുന്നേ ആൻസർ ചെയ്യണം, ആ വാശി ഉണ്ടാകണം. വേഗം ചെയ്തോ. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. വേഗം ആൻസേഴ്സ് വരട്ടെ. ഹൗ മെനി നമ്പേഴ്സ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം ആ ഓർഡർ എഴുതുക. ഹൗ മെനി നമ്പേഴ്സ് ആർ immediately preceded by a alphabet? Alphabet means letters, and immediately followed by a symbol. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓർഡർ. നമ്പറിന്റെ തൊട്ട് പിറകിൽ ആൽഫബറ്റ് ഉണ്ടാകണം, നമ്പറിന്റെ തൊട്ട് മുൻപിൽ എന്തുണ്ടായിരിക്കണം? സിമ്പിൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ നിമിഷ മോളെ, വൺസ് മോർ ഒന്നുകൂടെ നോക്കണേ. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതിൽ നിന്ന് ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൽഫബറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവോ, നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവോ, സിമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നായിരിക്കണം? സിമ്പിളിൽ നിന്നായിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കുക. സിമ്പിൾ കഴിഞ്ഞിട്ട് എന്താണ്? നമ്പർ ഉണ്ട്, അത് കഴിഞ്ഞ ഒരു ആൽഫബറ്റ് ഉണ്ട്, ഒരെണ്ണം കിട്ടി. അടുത്ത സിമ്പിൾ നോക്കി, അത് കഴിഞ്ഞ നമ്പർ ഇല്ല. അടുത്ത സിമ്പിൾ നോക്കി, അത് കഴിഞ്ഞ നമ്പർ ഇല്ല. ദെൻ അടുത്ത സിമ്പിൾ നോക്കി, അത് കഴിഞ്ഞ നമ്പർ ഉണ്ട്, അത് കഴിഞ്ഞ ആൽഫബറ്റ് ഉണ്ട്. ദെൻ അടുത്ത സിമ്പിൾ ആണ്, അത് കഴിഞ്ഞ നമ്പർ ഇല്ല. ദെൻ പെർസെന്റേജ്, അത് കഴിഞ്ഞ നമ്പർ ഇല്ല. ദെൻ ആൻഡ്, അത് കഴിഞ്ഞ നമ്പർ ഇല്ല. സ്റ്റാർ, അത് കഴിഞ്ഞ നമ്പർ ഇല്ല. ദെൻ ഈ ഒരു സിമ്പിൾ, അതിനുശേഷവും നമ്പർ ഇല്ല. ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു സിമ്പിൾ, അത് കഴിഞ്ഞ നമ്പർ, ദെൻ അടുത്ത ആൽഫബറ്റ്. ടോട്ടൽ എനിക്ക് എത്ര എണ്ണം ഉള്ളത്? 3 നമ്പേഴ്സ് ആണുള്ളത്, which is preceded by an alphabet and followed by a symbol. ക്ലിയർ അല്ലേ? ഓക്കെ നിമിഷ ആൻഡ് ഗോപിക, വെരി ഗുഡ്. ശ്രദ്ധിച്ചോണം, നമുക്ക് നെഗറ്റീവ് വരരുത്. സ്പീഡ് വിത്ത് ആക്യുറസിക്ക് മാത്രമാണ് വാല്യൂ, അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓക്കെ, എവിടെയാണ് ഇപ്പൊ മിസ്റ്റേക്ക് വരാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. മിസ്റ്റേക്ക് വന്നത് എവിടെയാണ് എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ, വെരി ഗുഡ്. Then next question, 15th one, and your time starts now. വേഗം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടൈം തീരുന്നതിന് മുന്നേ ആൻസർ തരാൻ ശ്രമിക്കുക. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. വേഗം ആൻസേഴ്സ് വരട്ടെ. എന്താ പറഞ്ഞേക്കുന്നത്? If first 2 elements from the left end are removed. നമ്മളുടെ ഈ സീരീസസിന്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഈ 2 എലമെന്റ്സിനെ അങ്ങ് റിമൂവ് ചെയ്യാം. അതിനെ കണക്കാക്കണ്ട. Then how many letters? എത്ര ലെറ്റേഴ്സ് ഉണ്ട് which are immediately preceded by a symbol and immediately followed by a number? ഓക്കെ, എത്ര ലെറ്റേഴ്സ് ഉണ്ട്? തൊട്ട് പിറകിൽ സിമ്പിൾ ഉണ്ടാകണം, അതിനുശേഷം എന്തുണ്ടായിരിക്കണം? നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഓർഡർ ആദ്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനുശേഷം നേരെ എന്ത് ചെയ്യുക? സീരീസസിൽ നോക്കുക. ഓക്കെ, ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് സിമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ലെഫ്റ്റ് എൻഡിലുള്ള ഫസ്റ്റ് 2 എലമെന്റ്സിനെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നോക്കാം, എവിടെയൊക്കെയുണ്ട്? സിമ്പിൾ, അത് കഴിഞ്ഞ് ലെറ്റർ, ദെൻ നമ്പർ. ആദ്യത്തെ 3 എണ്ണം കിട്ടിയല്ലോ.
ദെൻ അടുത്ത സിമ്പൽ നോക്കാം. ഈ സിമ്പൽ അത് കഴിഞ്ഞ് ലെറ്റർ ഇല്ല. ദെൻ ഈ സിമ്പൽ അത് കഴിഞ്ഞ് ലെറ്റർ ഉണ്ട് പക്ഷെ നമ്പർ ഇല്ല. ദെൻ ഈ സിമ്പൽ അത് കഴിഞ്ഞ് ലെറ്റർ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ് നമ്പർ അല്ല, എടുക്കാൻ പറ്റില്ല. ദെൻ പെർസെന്റേജ് അത് കഴിഞ്ഞ് ലെറ്റർ അല്ല. ഓക്കെ, ദെൻ പിന്നീട് ഏതാ ഉള്ളത്? അടുത്ത സിമ്പൽ അത് കഴിഞ്ഞ് ലെറ്റർ അത് കഴിഞ്ഞ് നമ്പർ. രണ്ടാമത്തേത് കിട്ടി. ദെൻ അടുത്ത സിമ്പൽ അത് കഴിഞ്ഞ് ലെറ്റർ ഉണ്ട് പക്ഷെ നമ്പർ ഇല്ല. ദെൻ അടുത്ത സിമ്പൽ അത് കഴിഞ്ഞ് എന്തില്ല? ലെറ്റർ അല്ല. ദെൻ അടുത്ത സിമ്പൽ അത് കഴിഞ്ഞ് ലെറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് നമ്പർ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ? എനിക്ക് എത്ര എണ്ണം കിട്ടി? 3. ഓക്കെ മോളെ നിമിഷ, ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ സ്പീഡിൽ നോക്കുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഡീമോട്ടിവേറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ മോളെ നിമിഷ, ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. നമ്മൾ എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു പസിലാണ്. ഓക്കെ, വേഗം ചെയ്തോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 മിനിറ്റ് ടൈം ഉണ്ട്. ഓക്കെ, വേഗം ഒന്ന് ട്രൈ ചെയ്തേ. നെക്സ്റ്റ് പസിൽ ക്വസ്റ്റ്യൻ വേഗം ഒന്ന് ട്രൈ ചെയ്യാം. തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ നോക്കിയാൽ മതി, വേഗം നിങ്ങൾക്ക് കിട്ടും. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, നമ്മളിപ്പം 10 സ്റ്റുഡൻസോളം ഉണ്ട്. നിങ്ങൾ എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യണം. ഓക്കെ, എപ്പോഴും ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, മീൻസ് മോക്ക് എഴുതുന്ന എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പസിൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഡൺ എന്നുള്ള മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആൻസർ ഇട്ടാലും മതി നിങ്ങൾ. ഓക്കെ, ദെൻ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. വേഗം കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടീഷൻസ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 8 persons A to HR travel to abroad on 2 different dates, 6th or 11th of different months. ഇത് ഏത് പസിലാ? ഏത് ടൈപ്പ് പസിലാ? നമ്മൾ 3ാമത്തെ ക്ലാസ്സിൽ പഠിച്ച മന്ത് ബേസ്ഡ് പസിലാണ് അല്ലെ? ഡേ ഓർ മന്ത് ബേസ്ഡ് പസിൽസിന് നമ്മൾ 3ാമത്തെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്? മെയ്, ജൂൺ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഓക്കെ, ഈ 4 മാസത്തില് 2 തീയതികളിലായിട്ട് 8 പേഴ്സൺസ് എന്ത് ചെയ്തിട്ടുണ്ട്? എബ്രോഡ് പോയിട്ടുണ്ട്. അത് ആരൊക്കെ ഏത് ദിവസങ്ങളിൽ പോയി എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുക അല്ലെ? മെയ്, ജൂൺ, ജൂലൈ ഇല്ല, ദെൻ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഓക്കെ, നമ്മൾ നമ്മുടെ സ്ട്രക്ചർ അങ്ങ് വരയ്ക്കുക. നമ്മൾ വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് ഡേറ്റ്സിന്റെയും ചെയ്തുകൊണ്ടിരുന്നത്. അതായിരിക്കും നമുക്ക് ഈസി. കാരണം ആരാദ്യം പോയി അല്ലെങ്കിൽ ആരവസാനം പോയി എന്ന് വ്യക്തമായിട്ട് അറിയാൻ നമുക്ക് ഏറ്റവും നല്ലത് വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ആണ് ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിനെ കാട്ടിലും. ഓക്കെ, ഇനി നമുക്ക് മന്ത്സ് എഴുതി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് എഴുതിയിടുക. മെയ് 31, ജൂൺ 30, ഓഗസ്റ്റ് 31 ആൻഡ് സെപ്റ്റംബർ 30. ഓക്കെ, ഏതൊക്കെയാ ഡേറ്റ്സ്? 6ഉം 11ഉം. എല്ലാ മാസത്തിലെ 6ഉം 11ാം തീയതി. ഓക്കെ, ഇത്രയും സ്ട്രക്ചർ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? കണ്ടീഷൻസ് നോട്ട് ചെയ്യാം. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? H traveled on an even numbered date of the month with an odd number of days. H എന്താ? ട്രാവൽ ചെയ്തിരിക്കുന്നത് ഏത് ദിവസമാണ്? ഈവൻ നമ്പേർഡ് ഡേറ്റ്. ഈവൻ നമ്പേർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ ഒരു കേസേ ഉള്ളൂ. ഏതാ? 6. ഓക്കെ, ഓൺ ഓഡ് നമ്പർ ഓഫ് ഡേയ്സ്. നമ്പർ ഓഫ് ഡേയ്സ് ഓഡ് എന്ന് പറഞ്ഞാൽ അത് ഏതാ? 31 എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യം പറയാം. H എന്ന് പറയുന്നത് ഒന്നുകിൽ എന്നായിരിക്കും? മെയ് 6-നായിരിക്കും, അല്ലെങ്കിൽ എന്നായിരിക്കും? ഓഗസ്റ്റ് 6-നായിരിക്കും. ഈവൻ നമ്പേർഡ് ഡേറ്റ് എന്ന് പറയുന്നത് 6 എന്ന് പറയുന്ന ഡേറ്റ് മാത്രമാണ്.
ഓക്കെ, ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. Then only 2 persons are traveled between H and T. Hനും Eക്കും ഇടയിൽ 2 persons ഗ്യാപ്പ്. Hനും Eക്കും ഇടയിൽ 2 persons ഗ്യാപ്പ്. Only 1 person is between E and A. Eക്കും Aക്കും ഇടയിൽ 1 person ഗ്യാപ്പ്. Who does not travel in August? അപ്പൊ ഓഗസ്റ്റിൽ വരാത്തത് ആരാ? എ ഓഗസ്റ്റിൽ വരില്ല. സോ അവിടെ എ എഴുതിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് മാർക്ക് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഏത് ഇന്ന ആൾ ഇന്നടത്ത് വരില്ല എന്നുള്ളത് സ്ട്രക്ചറിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ദി നമ്പർ ഓഫ് പേഴ്സൺസ് ട്രാവൽഡ് ബിഫോർ എ. എക്ക് മുന്നേ എത്ര പേര് ട്രാവൽ ചെയ്തിട്ടുണ്ടോ ഈസ് 1 more than the person traveled after എഫ് എന്ന് പറഞ്ഞാൽ അത് എഫിന് താഴെ എത്ര പേരുണ്ടോ അതിനെക്കാട്ടിലും എന്താണ്? 1 കൂടുതലാണ്. ഓക്കെ, then B traveled immediately before D in the same month. Okay, B എന്ന് പറയുന്നത് എന്താ? B, ഓക്കെ, അവിടെ എഴുതിയാലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഈ സൈഡിലേക്ക് എഴുതാം. B traveled immediately before D. B എന്ന് പറയുന്നത് ഡിക്ക് തൊട്ട് മുന്നേ ആണ്. ഇൻ ദി സെയിം മന്ത്, ഒരേ മാസത്തിലാണ്. ഓർത്തോണം, ഒന്നുകിൽ രണ്ടുപേരും സെപ്റ്റംബറിൽ വരാം, ഓഗസ്റ്റിൽ വരാം. ഒരേ മാസത്തിലാണ്. ബി ആയിരിക്കും ഡിക്ക് മുന്നേ. Then C traveled before G. C എന്ന് പറയുന്നത് ജിക്ക് മുന്നേ ആണ്. C traveled before G. Okay, either of them traveled in a month in an odd number of days. ജിയോ സിയോ ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്തായിരിക്കും? ഓഡ് നമ്പർ ഓഫ് ഡേയ്സ് ഉള്ളിടത്തായിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള മന്തിലായിരിക്കും. ഓഡ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഒന്നെങ്കിൽ മെയ്യിൽ വരാം, അല്ലെങ്കിൽ ഓഗസ്റ്റിൽ വരാം. ഓക്കെ, ഇത്രയും കാര്യമാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഏത് കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ, ഇപ്പൊ സപ്പോസ് എച്ചിനും ഇക്കും ഇടയിൽ 2 പേഴ്സൺസ് എന്നല്ലേ പറഞ്ഞേ? എച്ച് ഞാൻ ഇവിടെ എടുത്താൽ 1-2 പേഴ്സൺ കഴിഞ്ഞ് ഇ ഇവിടെ വരും അല്ലെ? ഇ ഇവിടെ വന്നാൽ ഇക്കും എക്കും ഇടയിൽ എത്ര പേഴ്സൺസ് ഉണ്ട്? ഇക്കും എക്കും ഇടയിൽ 1 പേഴ്സൺ. അങ്ങനെയെങ്കിൽ എ എവിടെ വരത്തുള്ളൂ? ഓഗസ്റ്റിലെ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ എച്ച് ഇവിടെ വരുന്നത് പോസിബിൾ ആണോ? അല്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, എച്ച് ഇവിടെ വരില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എച്ച് അവിടെ വന്നാൽ എ എവിടെ വരും? ഓഗസ്റ്റിൽ വരും. അത് പോസിബിൾ അല്ല. ഓക്കെ, സോ എച്ച് ഇവിടെ വരില്ല. അങ്ങനെയെങ്കിൽ എച്ചിന് ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇയും എയും കൊടുക്കേണ്ടത് കൊണ്ട് താഴേക്ക് കൊടുത്താൽ എ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. 2 പൊസിഷൻ ഗ്യാപ്പിൽ ഇ മുകളിലേക്ക്, ദെൻ ഈ 1 പേഴ്സൺ ഗ്യാപ്പിൽ എ കൊടുത്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എയ്ക്ക് മുകളിലോട്ടുള്ളത് ശ്രദ്ധിച്ചോണേ. എയ്ക്ക് മുകളിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടോ ഇവിടെ നോക്കിക്കേ. ദി നമ്പർ ഓഫ് പേഴ്സൺസ് ട്രാവൽഡ് ബിഫോർ എ ഈസ് 1 more than, അതായത് 1, 2, 3. എയ്ക്ക് മുകളിലേക്ക് 3 പേഴ്സൺസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എഫിന് താഴെ എത്രയേ പാടുള്ളൂ? 2. അങ്ങനെയെങ്കിൽ അല്ലെ എഫിന് താഴെയുള്ള പേഴ്സണിനെ കാട്ടിലും എയ്ക്ക് മുകളിലുള്ളത് 1 കൂടുതലാണ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷൻ നോക്കുക. ബിയും ഡിയും ഒരേ മാസത്തിലായിരിക്കണം, ഡിക്ക് തൊട്ട് മുകളിലായിരിക്കണം. അങ്ങനെ വരാൻ ഒരേ ഒരു ചാൻസ് അല്ലേ ഉള്ളൂ, സെപ്റ്റംബർ. ഈ 2 പൊസിഷനിൽ മാത്രമാണ് വേക്കന്റ് ആയിട്ടുള്ളത്. സോ ബി ഇവിടെ, ഡി ഇവിടെ. ഇനി എന്താ? സിക്ക് മുകളിൽ മീൻസ് ജിക്ക് മുകളിലായിരിക്കണം സി. അങ്ങനെയെങ്കിൽ സി ഇവിടെ, ജി ഇവിടെ. ഇവരിൽ ഒരാള് മെയ്യിൽ വന്നു. ക്വസ്റ്റ്യൻ സോൾവ്. ക്ലിയർ? ക്വസ്റ്റ്യനിന്റെ ആൻസർ കിട്ടിയത് ക്ലിയർ ആയോ? ഓക്കെ, ഗുഡ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറഞ്ഞു. പറയുക. Who among the following person traveled on May 11? വേഗം പറഞ്ഞു. മെയ് 11 ട്രാവൽ ചെയ്തത് ആരാ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ? നിമിഷ. ഓക്കെ, സോ ഓപ്ഷൻ ഏത് വരും? മെയ് 11 ട്രാവൽ ചെയ്തത് ഇ ആണ്. സോ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി. മെയ് 11 ട്രാവൽ ചെയ്തത്, ഓക്കെ നോക്കിക്കേ, മെയ് 11 ഇ അല്ലേ വരും.
Then next question, next sub question. Your time starts now. വേഗം പറഞ്ഞു. How many persons traveled after H? Hന് ശേഷം എത്ര പേഴ്സൺസ് ട്രാവൽ ചെയ്തു? യെസ്, കറക്റ്റ് ആണ് നിമിഷ, 3 persons. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. വെരി ഗുഡ് ഗോപിക. വിത്തിൻ ടൈം ലിമിറ്റ് നിങ്ങൾ പറയുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മൾ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. വേഗം ആൻസർ പറഞ്ഞു. If all the persons are arranged in alphabetical order from May 6th, then how many persons remain unchanged in their position? Very good, Gopika. Very good. Correct. നോക്കാം നമുക്ക്. നമ്മൾ ഈ ഒരു ടൈപ്പ് നേരത്തെ ചെയ്തതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? all of you കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? Okay. Sorry for the disturbance. Okay, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. സോറി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ 17th ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്ത് നിർത്തിയത്. വേഗം അടുത്തത് ചെയ്തോ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ 18th വൺ വരെ ചെയ്തിരുന്നു അല്ലെ? ഹൗ മെനി പേഴ്സൺസ് ട്രാവൽഡ് ആഫ്റ്റർ എച്ച്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എത്ര പേഴ്സൺസ്, അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന പേഴ്സൺസിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് എന്താ, ആരൊക്കെ സെയിം പൊസിഷനിൽ വരും എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് അല്ലെ? ഓക്കെ, സോ നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ എത്ര പേഴ്സൺസ് വരും? എഫ് മാത്രമാണ് സെയിം പേഴ്സണിൽ വരുന്നത് അല്ലെ? സോ എന്താ, ഒരേ ഒരു പേഴ്സൺ മാത്രമാണ് സെയിം പൊസിഷനിൽ വരുന്നത്. സോ ഇവിടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ്. ഓക്കെ, ദെൻ വേഗം ചെയ്തോ. നെക്സ്റ്റ് വൺ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, വേഗം ചെയ്തോ. എന്നിട്ട് വേഗം ആൻസേഴ്സ് പറയുക. 20th ക്വസ്റ്റ്യൻ. Who among the following person traveled immediately after H? Okay, very good Gopika. Correct ആണ്. ഓക്കെ, വെരി ഗുഡ് നിമിഷ. കറക്റ്റ് ആണ്. ടൈം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞു. എഫിന് ശേഷം ആരാ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ? ബി ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വേഗം നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ദെൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം ചെയ്തോ. വേഗം ആൻസർ തരിക. In which of the following month and dates does D travel? D travel ചെയ്തത് ഏത് ദിവസമാണ്? ഏതാ? കറക്റ്റ് ആണ്. വെരി ഗുഡ്. September 11. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ സിലോജിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വേഗം ആൻസർ ചെയ്തോ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച ടോപ്പിക് ആണ്, തെറ്റിക്കരുത്. ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു സെക്ഷൻ ആണ് സിലോജിസം. വേഗം ആൻസർ പറഞ്ഞോ. ടൈം ലിമിറ്റിൽ തന്നെ ആൻസർ പറയാൻ നോക്കുക. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, വേഗം വരട്ടെ ആൻസർ. എന്താ പറഞ്ഞേക്കുന്നത്? only a few TV or radio. ടിവിയുടെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് റേഡിയോ. only a few എന്ന് വന്നതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. then no radio is jockey. ഒരു റേഡിയോയും എന്തല്ല? ജോക്കി അല്ല. സോ അത് രണ്ടുകൂടി എനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് മാർക്ക് കൊടുക്കാം. then all jockeys are transmitter. എല്ലാ ജോക്കീസും എന്താണ്? ട്രാൻസ്മിറ്റർ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡയഗ്രാം. ഓക്കെ, only a few TV is radio, no radio is jockey, all jockeys are transmitter.
ഇനി നമുക്ക് 3 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് കൺക്ലൂഷൻ ആണ് ശരി എന്ന് നോക്കാം. സം TV being, TV എന്ന് പറയുന്നത് ഇതാണ്, ശ്രദ്ധിച്ചോണേ. സം TV being റേഡിയോ ഇസ് എ പോസിബിലിറ്റി. കുറച്ച് TV എന്ന് പറയുന്നത് റേഡിയോ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഒന്ന് നോക്കിക്കേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഉള്ള കാര്യം. ഇവിടെ കുറച്ച് TV എന്ന് പറയുന്നത് റേഡിയോ ആണ്. ആ ഉള്ള കാര്യത്തിന് എനിക്ക് പോസിബിലിറ്റി പറയാൻ സാധിക്കുമോ? ഇല്ല. എന്റെ കയ്യിലുള്ളത് പേനയാണ്, എന്റെ കയ്യിലുള്ളത് പേനയാകാം എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഓക്കെ, സോ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണ്. Then some TV is not transmitter. കുറച്ച് TV എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ അല്ല. TV എന്ന് പറയുന്നത് ഇതാണ്, ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഇവര് തമ്മിൽ ഒരു നോ റിലേഷനും കാണുന്നില്ല. എനിക്ക് എന്ത് പറയാം? തെറ്റാണ്. ഓക്കെ, then all transmitters being radio is a possibility. എല്ലാ ട്രാൻസ്മിറ്ററും റേഡിയോ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാ? ട്രാൻസ്മിറ്ററിനകത്തിൽ വരുന്ന ആളാണ് ജോക്കി. ഈ ജോക്കി റേഡിയോ ആകത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ട്രാൻസ്മിറ്ററിന് റേഡിയോ ആകാൻ പറ്റുമോ? ഇല്ല. സോ എന്താ ഇവിടെ? ഓപ്ഷൻ ഇ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നിമിഷ, ഗോപിക, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എവിടെയാ മിസ്റ്റേക്ക് വന്നതെന്ന് ക്ലിയർ ആയോ? ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ആ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിക്കുക. നമുക്ക് എക്സാംസിന് മിസ്റ്റേക്ക് വരരുത്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തെറ്റ് പറ്റരുത്, നന്നായിട്ട് നോക്കുക പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന്. ഓക്കെ, വേഗം എന്ന് പറഞ്ഞോ. വിത്തിൻ ടൈം ലിമിറ്റ് ആൻസർ പറയാം. ഓക്കെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞേക്കുന്നേ? only a few stems are balls. കുറച്ച് സ്റ്റെംസ് മാത്രമാണ് ബോള്. some balls are ribbon. കുറച്ച് ബോൾ എന്ന് പറയുന്നത് റിബൺ ആണ്. ഓക്കെ, some ribbon are balloons. ബലൂൺസും ബോളും തമ്മിൽ തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി എനിക്ക് കണ്ടീഷൻ നോക്കാം. ഓക്കെ, കറക്റ്റ് ആണ് ഗോപിക. all ribbons being stump is a possibility. എല്ലാ റിബണും സ്റ്റംപ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇവര് തമ്മിൽ ഒരു നോ റിലേഷനും കാണുന്നില്ല. സോ ട്രൂ ആണ്. some stems are not ball. കുറച്ച് സ്റ്റെമ്പ് എന്ന് പറയുന്നത് ബോൾ അല്ല. വളരെ കറക്റ്റ്. കാര്യം എന്താ? only a fewന്റെ കേസിൽ ഈ ആദ്യത്തെ എലമെന്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ എലമെന്റിലേക്ക് പോകാൻ പറ്റില്ല. കറക്റ്റ് ആണ്. സോ ബോത്ത് ദി കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ, നിമിഷ മോളെ ക്ലിയർ ആണോ? only a fewന്റെ കേസിൽ ഇതിന്റെ ഒരു കുറച്ച് ഭാഗം ബി അല്ല എന്നുള്ള പോസിബിലിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് മറന്നു പോകരുത്. only a fewന്റെ കേസിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, so very good, very good. Then next question, your time starts now. വേഗം ചെയ്തേ മോളെ. നിമിഷ അത് ക്ലിയർ ആയിരുന്നോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. then വേഗം ഇത് ചെയ്തോ. വേഗം എന്ന് പറയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര വേഗം വായിച്ച് മനസ്സിലാക്കുന്നു അത്ര വേഗം ആൻസേഴ്സ് കിട്ടും. എന്താ പറഞ്ഞേക്കുന്നേ? അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന വേർഡ് ഓക്കെ ഈസ് ചേഞ്ച്ഡ് ടു, അതായത് ഇഫ് ദി വവൽസ് ഇൻ ദി വേർഡ്, ഇതിലെ വവൽസ് എന്ത് ചെയ്യുക? ചേഞ്ച്ഡ് ടു ദി നെക്സ്റ്റ് ലെറ്റർ. വവൽസ് എല്ലാം എന്ത് ചെയ്യുക? നെക്സ്റ്റ് ലെറ്റർ ആക്കി ചേഞ്ച് ചെയ്യുക. ആൻഡ് ദി കൺസോണൻസ് ആർ ചേഞ്ച്ഡ് ടു ദി പ്രീവിയസ് ലെറ്റർ. കൺസോണൻസ് പ്രീവിയസ് ലെറ്റർ ആക്കി ചേഞ്ച് ചെയ്യുക. ഇവിടെ എത്ര വവൽസ് ഉണ്ട്? ഇവിടെ എത്ര വവൽസ് ഉണ്ട്? ഇതൊരു വവലാണ്, ഇതൊരു വവലാണ്, ഇതൊരു വവലാണ്. ഓക്കെ, എല്ലാം കൂടെ അവര് പറയുന്ന എല്ലാ ഓപ്പറേഷൻസും കൂടെ ചെയ്ത് സമയം കളയരുതെന്ന് നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എന്ത് നോക്കണം? എന്റെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി വവൽസ് ആർ ദെയർ ഇൻ ദി അറേഞ്ച്മെന്റ്. ഇവിടെ എത്ര വവൽസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. വവൽസിനെ നെക്സ്റ്റ് ലെറ്റർ ആക്കി ചേഞ്ച് ചെയ്താൽ വവൽ ആയിരിക്കില്ല. ദെൻ ബാക്കിയുള്ള കൺസോണൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ വവൽ കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. എന്നിന്റെ പ്രീവിയസ് ലെറ്റർ എം ആണ്, വവൽ അല്ല. ഡിയുടെ പ്രീവിയസ് ലെറ്റർ സി ആണ്, വവൽ അല്ല. ആറിന്റെ എന്താണ്? ക്യൂ ആണ്, വവൽ അല്ല. ദെൻ ഇതെന്താണ്? ആർ ആണ്, വവൽ അല്ല. ഇത് എസ് ആണ്, വവൽ അല്ല. എന്നും അല്ല, ഡിയും അല്ല. സോ എന്താ ആൻസർ വരിക? ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ വേഗം നോക്കിപ്പോയാൽ മതി.
ഇതിനെ വീണ്ടും അടുത്ത ലെറ്റർ ആക്കി ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയരുത്. കാരണം ബബിളിനെ ചേഞ്ച് ചെയ്താൽ എനിക്ക് ബബിൾ കിട്ടില്ല. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ സീരീസിൽ എത്ര ബബിൾസ് ഉണ്ടെന്ന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. Then our last question. വേഗം ആൻസർ പറഞ്ഞോ. ഡു ഇറ്റ് ഫാസ്റ്റ്. ഡു ഇറ്റ് ഫാസ്റ്റ്. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേഗം ആൻസർ പറഞ്ഞോ. ഓക്കെ, ടൈം കഴിഞ്ഞേക്ക. എന്താ പറഞ്ഞേക്കുന്നേ? How many such pairs of letters are there in the word objects? Objects എന്ന് പറയുന്ന വേർഡില് എത്ര pairs of letters ഉണ്ട് between them in the alphabetical series in both forward and backward direction? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഓർക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെയാ, അതായത് ആൽഫബറ്റിക്കൽ സീരീസിലെ പോലെ ഇതിൽ എത്ര പെയേഴ്സ് ഉണ്ട്? നമ്മൾ ഇത് ഏത് മെത്തേഡിലാണ് ചെയ്തത്? ഏത് മെത്തേഡിലാ ചെയ്ത? നമ്പേഴ്സ് എഴുതി അല്ലെ? ഒബ്ജക്റ്റിന്റെ നമ്പർ എത്രയാ? ഓയുടെ നമ്പർ എത്രയാ? ഈ ജോട്ടി ട്രിക്ക് ഓർത്താ മതി. ഓ എത്രയാ? 15. B2. ജെ എത്രയാ? 8 അല്ല, 8 അല്ല 9. ഓക്കെ, ജെ 10 ആണ്. Then 5, 20 and 19. ഓർക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതുപോലെ ഉണ്ടോ? അതായത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യുക? മുന്നോട്ട് തന്നെ കൗണ്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണുമ്പോഴേ നമുക്കറിയാം ഏതൊക്കെയാ കിട്ടുന്നത്. നോക്കിക്കേ, 15 കഴിഞ്ഞ് 16 ഇല്ല, 17 ഇല്ല, 18 ഇല്ല, 19 ഇല്ല, 20 ഇല്ല അല്ലെ? ദെൻ അടുത്തത് ഏതുണ്ട്? 20, 90 ഉണ്ട് അല്ലെ? 19, 20 ഒരു പേര് നമുക്ക് കിട്ടി. വേറെ ഏതാ നമുക്ക് കിട്ടുന്നേ? ഏതാ? വേറെ ഏതുണ്ട്? ബി കഴിഞ്ഞിട്ട് B2, then H എത്രയാ? 8, I 9, J 10, 11, 12, 13 ഇല്ല അല്ലെ? Then 20ക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് 20 നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, 20ക്ക് മുന്നോട്ടുള്ള ഒരു നമ്പരും ഇല്ല. Then അടുത്ത ഏതാ? 5, 6, 7, 8 ഇല്ല. Then 15, 16, 17, 18 and 19 ഉണ്ടോ? ഓക്കെ, ഓക്കെ, ഇവിടെ സി നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. സിയും കൂടെ എഴുതണം. സി ഏതാ? 3. ഓക്കെ, GOBJECTS ആണ്. സോ 3 എഴുതുമ്പോഴത്തേക്കിനോ 2 മീൻസ് 2, 3, 4, 5 അല്ലെ? നമുക്ക് കിട്ടുന്നില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? 2 and 5. സോ അങ്ങനെ എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ? 2. ക്ലിയർ അല്ലേ? ഓക്കെ ഗോകുൽ, വെരി ഗുഡ്. Then 16, 17, 18 and 19, 20 അങ്ങനെ നമുക്ക് കിട്ടി. 2, 3, 4, 5 2, 3, 4, 5 അല്ല, 20, 16, 17, 18 and 19. ഇവിടെ ഒരെണ്ണം നമുക്ക് ഗ്യാപ്പ് വന്നതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഗോപിക, നിമിഷ, ക്ലിയർ അല്ലേ? ഇവിടെ ഇടയ്ക്ക് ഒരു സി എഴുതാൻ ഞാൻ വിട്ടുപോയിരുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ 2 ആണ് കറക്റ്റ് ആൻസർ. വെരി ഓക്കെ. സോ അങ്ങനെ നമ്മളുടെ എന്താ പറയുന്ന ESIC ഫ്രീ ക്ലാസ്സസ് അല്ലേ? ഫ്രീ ക്ലാസ്സസിന്റെ രണ്ടാമത്തെ മൂക്ക് കൊണ്ട് ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മളുടെ സെക്ഷൻ. എല്ലാവർക്കും നന്നായിട്ട് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അല്ലെ? നിങ്ങൾ എല്ലാ ക്ലാസ്സസും റെഗുലറായി കണ്ടു, അസൈൻമെന്റ്സ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ എക്സാംസിന് പെർഫോം ചെയ്യുക. ഓക്കെ, ഇനി ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ. സോ ഇത്രയും നമ്മൾ പഠിച്ചു. നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ പോയി എക്സാം എഴുതുക. ഓക്കെ നിമിഷ, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിലാണോ ഡൗട്ട് ഉള്ളത്? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാനിത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുന്നത്, ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിൽ ചാറ്റ് ഓപ്പൺ ആക്കാനുള്ളത് എന്തെങ്കിലും ഒരു നടപടി നമുക്ക് ചെയ്യാം. ഓക്കെ നിമിഷ, അങ്ങനെ മീൻസ് ചാറ്റ് ഓൺ ആകുന്ന ഒരു ടൈമിൽ ചോദിച്ചാൽ മതി, അതിൽ റിപ്ലൈ തരാം കേട്ടോ, ഡോൺ വറി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോള് സിലോജിസത്തിന്റെ ക്ലാസ് ഇല്ലേ, സിലോജിസത്തിന്റെ ക്ലാസിന്റെ താഴെയുള്ള ചാറ്റ് ബോക്സ് ഇല്ലേ, അതിൽ ഡൗട്ട് ചോദിച്ചിരുന്നാൽ മതി. ഓക്കെ, ലൈവ് ചാറ്റ് അല്ല, അല്ലാതെ കമന്റ് ബോക്സ് ഇല്ലേ, അതിൽ ചോദിച്ചിരുന്നാലും മതി, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ ഓക്കെ നിമിഷ, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ സന്തോഷം. ഓക്കെ, സോ ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. വളരെയധികം സന്തോഷം. നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതണം. അതുപോലെ തന്നെ എക്സാംസിന് ശേഷം
എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ അറിയിക്കുക. കമന്റ് ചെയ്യുക നമ്മളുടെ ഓരോ സെക്ഷൻസിന്റെയും താഴെ. നിങ്ങൾക്ക് ഈസി ആയിരുന്നോ, നമ്മളുടെ ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് ഷുവർ ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഗോപിക, നിമിഷ ആൻഡ് ഗോകുൽ. ഓക്കെ, വെരി ഗുഡ്. സോ വളരെയധികം സന്തോഷം, ഞങ്ങളും ഹാപ്പിയാണ്. ഇനി നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമാകുക. ഓക്കെ, സോ ഇനിയുള്ള ഒരു ദിവസം കൂടി നന്നായിട്ട് തന്നെ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇന്ന് തന്നെ നിമിഷ എന്താണ് ഡൗട്ട് എന്നുള്ളത് ക്ലാസ്സിന് താഴെ ഇടുക കേട്ടോ. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.